ശരി, നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നോക്കി വരാവേ. നമ്മൾ ആദ്യം തന്നെ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പീസുകൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് ക്രോസ് പീസുകൾ മൊത്തം ജോയിൻ ചെയ്ത് വെച്ചു. അതിന് മിസ്സാവില്ല. ഓക്കെ, ഇത് നമ്മുടെ പട്ടയാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഹുക്കിനും ഹോളിനും വേണ്ടിയിട്ടുള്ള ചെറിയ പട്ടാണത്. ഓക്കെ, അത് മാറ്റി വെക്കുകയാണ്. ഇനിയുള്ളത് നമ്മുടെ ബോട്ടത്തിൻ്റെ ജോയിൻ്റ് കേട്ടോ. വേസ്റ്റ് ഭാഗത്തെ സാരി ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തെ ബോട്ടുണ്ടല്ലോ, അതിൻ്റെ ജോയിൻ്റാണ്. ഈ 3 എണ്ണമാണ് അതിലുള്ളത്. ആ 3 ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ആ 3 ഒരുമിച്ച് വെക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഈ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ 3 ഈ സെയിം ക്ലോത്ത് അടുത്ത ക്ലോത്ത് ഉണ്ടായതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ക്ലോത്ത് ഇതിന് വെച്ച് കൊടുക്കട്ടെ. അതിൻ്റെ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങോ അങ്ങനെ വേറെ എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വശം ഉണ്ടല്ലോ, ഈ ക്ലോത്തിൻ്റെ നല്ല ക്ലോത്ത് എന്നുള്ള രീതിയിൽ അത് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ലൈനിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പീസ് നമ്മൾ വെച്ച് കൊടുക്കണുണ്ടല്ലോ, അത് 2 ഭാഗത്ത് താഴെ മേലായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ നോക്കാത്തത് സെയിം ക്ലോത്ത് തന്നെ, 3 സെയിം ക്ലോത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഇടവും വലവും നോക്കാത്തത്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ആദ്യം 3 ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ ഒരെണ്ണം ഇതിൻ്റെ മേലെയുള്ള ഏതെങ്കിലും ഒരെണ്ണം മേലെ പിടിച്ച് അറ്റാച്ച് ചെയ്ത് മേലെ പിടിച്ച് എന്താ പറയുക, പതിച്ചടിച്ച് കൊടുക്കുക. ഈ ഒരു തയ്യലിൻ്റെ മേലെ കൂടെ പതിച്ച് തയ്ച്ച് കൊടുക്കുക. ഉണ്ടല്ലേ, ഇങ്ങനെ. അതിനുശേഷം ഈ ഒരു നമ്മൾ മേലെ പതിച്ച ഭാഗമുണ്ട്, മേലെ തയ്ച്ച ഭാഗമുണ്ടല്ലോ, അത് ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ മെഷീനിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരത്തി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കൊടുക്കട്ടെ. ഇസ്തിരി വെച്ച് തേച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അങ്ങനെ തേച്ച് വെച്ചാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഉള്ളിലേക്ക് വരുന്ന ഭാഗം, നമ്മൾ പതിച്ച് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ്. ഇതാണ് പുറത്തേക്ക് വരുന്ന ഭാഗം. ഓക്കെ, ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തേക്കുള്ളതാണ്. ലെഫ്റ്റും റൈറ്റും മാറാണ്ടിരിക്കാൻ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും വേറെ തന്നെ വെക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിപ്പോൾ ലെഫ്റ്റും റൈറ്റായിട്ട് തന്നെ രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറില്ല. കണ്ടില്ലേ, നമ്മൾ ബാക്കിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ്, നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചു. ഈ ഫ്രണ്ടിലെ പീസ് എടുക്കാം കേട്ടോ. ഫ്രണ്ടിലെ പീസിൻ്റെ ഫസ്റ്റ് ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ആദ്യം എടുക്കുക. ഏതൊരു ഭാഗം എടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ലൈനല്ലോ, ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യാം. നോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ നോട്ട്സിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം.
ചെറിയൊരു തുമ്പിനെ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് അഴിഞ്ഞു പോരൂല. കണ്ടില്ല, ഞാൻ എപ്പോഴും ചെയ്ത് വെക്കണം. ഈ ഒരു തുമ്പ് ഇവിടെ കൂടുതൽ എടുത്ത് വെക്കുക. ഈ അറ്റം വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ കെട്ടിട്ട് അടിക്കണേക്കാളും ബെറ്റർ എനിക്ക് തോന്നിയത് ഇങ്ങനെ കുറച്ചൊരു തുമ്പ് അവിടെ കിടന്നോട്ടെ എന്ന് കരുതുന്നതാണ്. ഓക്കെ, 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് അതിന് ശേഷം രണ്ടാമത് മാർക്ക് ചെയ്തത്. രണ്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ റിഗാളിൻ്റെ ഭാഗത്ത് മൂന്നാമത്തെ ഇടണം. മൂന്നും സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇടാറില്ല. നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓൾറെഡി മാർക്ക് ചെയ്തതുണ്ട്. നമ്മൾ 4 ടക്കും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വെക്കേണ്ട പട്ട ഉണ്ടല്ലോ, ആ പട്ട എടുത്തിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. നമ്മളതിൻ്റെ പട്ട വെക്കേണ്ടത്, പക്ഷേ ഇതിനും അളവുണ്ട്, മനസ്സിലായി? നമുക്കിതിനും അളവ് വരുന്നുണ്ട്. നമുക്ക് മൊത്തം ടോട്ടൽ എത്ര ഇഞ്ചാണ് വേണ്ടത്? 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടതല്ലേ. ഇതിവിടെ അങ്ങനെ കയറി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ചായിട്ട് തന്നെ കിട്ടുമോ എന്നുള്ളത് കൂടിയിട്ട് നോക്കണം. ഓക്കെ, താഴേക്ക് നമ്മൾ സാധാരണ 1 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്യേണ്ടതിന് പകരം 2 ഇഞ്ചിൽ ലെങ്ത്ത് എടുത്ത് മാർക്ക് ചെയ്തിട്ട് കിട്ടിയ പീസാണത്. ഈ പീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു പട്ട വെച്ച് കൊടുക്കുന്നത് അല്ലേ. ഇപ്പുറത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് വെച്ച് നോക്കി നോക്കാം. നമുക്ക് 1 ഇഞ്ചായിട്ട് തന്നെ കിട്ടുന്നു. 14 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ആ 14 ഇഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ വരും. ഇത് ഈ പട്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു മൂല ഭാഗത്തേക്ക് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്നും തയ്ക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, രീതിയിലായിരിക്കും വരിക. ആറ് ഇഞ്ചായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഇവിടെ തയ്യൽത്തുമ്പ് പോയി ഇവിടെ 6 ഇഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് 14 ഇഞ്ചായിട്ട് ഇവിടെയും തയ്യൽത്തുമ്പ് വിടണം കേട്ടോ. നമ്മൾ ഇത്തിരി തയ്യൽത്തുമ്പ് വിടണം. ഇത് ഈ ഒരു രീതിയിൽ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് 14 ഇഞ്ച് കിട്ടുന്നുള്ളത് നോക്കണം. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇത് ലെഫ്റ്റ് സൈഡിലത്തതാണ്, റൈറ്റ് സൈഡിലത്തത് ഇതേപോലെ തന്നെ തയ്ച്ചിട്ട് വരാം. കുറേ മാർക്ക് ചെയ്ത് കേട്ടിട്ട് 17 പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ച പീസാണത്. ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചു തരാം. നിങ്ങൾ നേരെയാണ് മാർക്ക് ചെയ്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വളവിലൂടെ എടുത്ത് വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക വൃത്തിയാണ് കപ്പിന്. അതിനായിട്ട് നിങ്ങൾ വളർത്തണ്ട, അങ്ങനെ വളഞ്ഞു വരും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വളവിലേക്ക് വരുന്നത്.
എനിക്ക് എന്താ പറയുക പറഞ്ഞല്ലോ, എനിക്ക് ഈ കപ്പ് എന്നുള്ള രീതിയിൽ 4ാമത്തെ സ്റ്റിച്ചിൻ്റെ എനിക്ക് ഇഷ്ടമല്ല. ഒരു 3 പക്ഷേ കുറച്ച് കൂടുതൽ മാറുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ കപ്പ് എന്താ പറയുക, കപ്പിൻ്റെ ഭംഗിയാണ് 4ാമത്തെ കൂടി കുറച്ച് കൂടുതൽ മാറുള്ളവർ കിട്ടും, അല്ലാത്തവർക്കല്ല. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം വെച്ചാൽ കളർ കൂടുതൽ കൺഫ്യൂഷൻ ബ്ലൗസിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അളവാണ്. അതിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഒരു റിസ്ക്കാണ് അളവ് എടുക്കാൻ. ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പ്രത്യേകമാണ്. ഈ രീതി തന്നെ 2 കൂടുതൽ 4 പീസ് ഉണ്ട്. 2 ഭാഗവും ബാക്ക് ഭാഗവും ഒരുമിച്ച് കട്ട് ചെയ്ത് വേറെ ആക്കുമ്പോൾ കൂടുതൽ എന്തും ഇല്ല, റിസ്ക് വരില്ല. നമുക്ക് കൂടുതൽ അളവിൻ്റെ കാര്യത്തിൽ പേടിയില്ല. ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ എത്ര ജനങ്ങളും കിട്ടാനുള്ളത്. കറക്റ്റ് 14 ഇഞ്ചിൽ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഹുക്കിനും ഹോളിനും വെച്ച് കൊടുക്കാനുള്ള പട്ടഭാഗമാണ്. അതിനെ നമുക്ക് പുറം ഭാഗമാണ് ആദ്യം മലർത്തി വെക്കേണ്ടത്. പുറം ഭാഗത്ത് നിന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഒരു 2 പീസ് ഉണ്ടല്ലോ, ഇതേ നമ്മൾ തയ്ച്ച് വെച്ച പുറം ഭാഗം കേട്ടോ. പുറം ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതേ ഇവിടെ നിന്ന് കുറച്ച് മേലെ ഭാഗത്തായിട്ട് വെക്കുക. ഈ പീസ് മേലെ ഭാഗത്തായിട്ട് വെക്കുക. എന്നിട്ട് തയ്ച്ച് വരാം. അതൊന്ന് പതിച്ച് തയ്ക്കാൻ പറ്റുമെങ്കിൽ പതിച്ച് തയ്ച്ച് കൊടുക്കുക. ക്ലോത്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ക്ലോത്ത് ഞാൻ പറഞ്ഞല്ലോ, ഷിഫോൺ പോലത്തൊക്കെ ക്ലോത്താണ്, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തൊരു ക്ലോത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന് മേലെ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ലാത്ത ക്ലോത്താണെങ്കിൽ നിർബന്ധമില്ല, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മുടെ ഹോളിൻ്റെ ഭാഗം കേട്ടോ, ഹോള് ചെയ്യേണ്ട ഭാഗമാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഈ ഒരു പല്ലകലത്തിലിട്ട്, അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ലാത്തൊക്കെ ഈ ഒരു പകുതി പല്ലകലത്തിൽ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ ഒരു 4 ഇഞ്ചല്ലേ നമ്മൾ ഇവിടുന്ന് തയ്യൽ തുമ്പ് കണ്ടുള്ളൂ. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമെന്ന് പറഞ്ഞതുണ്ടല്ലോ, ആ ഒരു 4 ഇഞ്ചിൻ്റെ മേലേക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഹോള് വേണ്ടത്, അതായത് ഹുക്ക് ജോയിൻ ആവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഭാഗമാണോ അവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ഈ ഭാഗത്തായിരിക്കും അല്ലേ, ഒരെണ്ണം ഈ ഒരു ഭാഗത്ത് വരും, ലാസ്റ്റ് ഭാഗത്ത് ഈ ഭാഗത്ത് ലാസ്റ്റായിട്ട് വരും, ഒരെണ്ണം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരും അല്ലേ, ഇങ്ങനെ സെൻറ്റർ ഭാഗത്തായിട്ട് വരും, അതിൻ്റെ സെൻറ്ററിലൊന്ന് വരും, ഇതിൻ്റെ സെൻറ്റർ, അങ്ങനെ ഒരു 5 എണ്ണം എന്നുള്ള രീതിയിലാണ് വരിക. നമുക്ക് ഏതൊക്കെ ഭാഗത്താണെന്നുള്ള മനസ്സിലായല്ലോ. ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഫസ്റ്റും ലാസ്റ്റും, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ, അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ സെൻറ്റർ. എളുപ്പത്തിൽ നമുക്ക് ആ മാർക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഫൂട്ട് കുത്തി നിർത്തിയിട്ട് ഒരു ചെറിയൊരു ഹോള് പോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഫൂട്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഫൂട്ടിൻ്റെ ഈ ഒരു ചെറിയ ഫൂട്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ്, ആ ഒരു അകലം, ആ ഒരു ഗ്യാപ്പിൻ്റെ അകലം മാത്രമേ ഉള്ളൂ അവിടെ വേണ്ടുള്ളൂ, ഹുക്ക് കൊള്ളുന്ന രീതിയിൽ. ഓക്കെ, രണ്ടാമത്തേത് വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഈ ഭാഗം നമ്മൾ പുറത്തേക്ക് അങ്ങനെ താഴ്ത്തി വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. ഇതിനെ മേലേക്ക് അങ്ങോട്ട് പൊക്കി വെച്ച് കൊടുക്കാം. ഇത് മേലേക്ക് അതിനെ പൊക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഹോളും വെച്ച് കൊടുക്കാം. കാണാം, ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ. ഇനി നമുക്ക് ഹുക്കിൻ്റെ ഭാഗം എങ്ങനെ, ഹുക്ക് വെക്കുന്ന ഭാഗം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഹുക്ക് വരുന്ന ഭാഗം അവിടെ ഇതിൻ്റെ നല്ല വശം, നമ്മൾ നേരത്തെ ഹോൾ വരുന്ന ഭാഗം ചീത്ത വശത്തിൻ്റെ ഭാഗത്തുനിന്നും തയ്ച്ചിട്ടാണ് നല്ല വശത്തേക്ക് പോയത്. ഹുക്ക് വരുന്ന ഭാഗമാകുമ്പോൾ നല്ല വശത്ത് നിന്ന് തയ്ച്ചിട്ട് ചീത്ത വശത്തേക്ക് പോവാം. ഓക്കെ. അതേപോലെ തന്നെ കുറച്ച് തുമ്പ് ചാടിച്ച് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക, ഹുക്കിൻ്റെ ഭാഗത്ത് പതിച്ച് തയ്ക്കണമെങ്കിൽ പതിച്ച് തയ്ക്കാം, അല്ല എങ്കിൽ വേണ്ട. ഓക്കെ. ഹോള് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പുറത്തേക്കാണ് എടുത്തത്. ഹുക്കിൻ്റെ ഭാഗം നമ്മൾ അകത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതെ, ആ പുറത്ത് നമ്മൾ ചാടിച്ച ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ടിലെ പീസിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലെ പീസിന് എന്ന് പറയാൻ എന്താ ഉള്ളൂ, നമുക്ക് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക, ഫ്രണ്ടിലെ പീസിനായിട്ട് നമുക്കിനി നെക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിലെ പീസ് നമുക്കിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിലെ പീസ് എടുക്കാം കേട്ടോ. ബാക്കിലെ പീസ് ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളാണ്. നമ്മൾ വീതി കൂട്ടി, നമ്മുടെ നെഞ്ച് വീതിയുള്ളവർ, അതായത് നല്ല വീതി ഉണ്ടല്ലോ, മാറുന്നല്ല വീതി, നെഞ്ചിൻ്റെ ഭാഗം, നമ്മുടെ ഷോൾഡർ കുറച്ച് വീതി കൂടുതലുള്ള ഭാഗം, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇവിടെ ടെക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ. ഞാനിവിടെ ടെക്ക് ഇടുന്നില്ല. ടെക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ എടുത്ത അളവ് എങ്ങനെയാണ് ചുരുങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാനിവിടെ ടെക്ക് ഇടുന്നില്ല. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇടേണ്ടവർക്ക് ഇടാം, ആവശ്യമില്ലാത്തവർക്ക്, താല്പര്യമില്ലാത്തവർക്ക് അത് ഇടണമെന്നില്ല. ഓക്കെ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ 2 ഇഞ്ച് കൂടുതലാണല്ലോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് 2 ഇഞ്ചോളം കൂടുതലാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്, ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാമെന്നുള്ളതൊന്ന് നോക്കണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ നീളം, നമുക്ക് ആവശ്യമുള്ള നീളം എടുക്കുക. നമുക്ക് ആവശ്യമുള്ള നീളം എത്രയായിരുന്നു? 14 ഇഞ്ച് ആയിരുന്നു നമുക്ക് ആവശ്യമുള്ള നീളം, അല്ലേ? 14 ഇഞ്ച്. മേലെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി എടുക്കണം. ഒരു 1/2 ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി 14.5 ഇഞ്ചിൽ നമുക്ക് ഇവിടെ മടക്കി പോകണം. മേലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 4 ഇഞ്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം. 4 ഇഞ്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, 1/2 ഇഞ്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇപ്പോൾ 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ചില ക്ലോത്തിന് ഞാൻ 4 ഇഞ്ച് എടുക്കാറുള്ളൂ. ഈ ക്ലോത്തിന് ഞാൻ എന്ത് ചെയ്തിരിക്കണം? 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇത് കണ്ടില്ലേ, ഈ ക്ലോത്തിൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 1/2 ഇഞ്ചോളം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 14 എന്നുള്ളത് 14.5 എന്ത് ചെയ്യണം? മടക്കി ഇവിടെ തയ്ച്ച് പോകണം. അവിടെ 2 ഇഞ്ചാണല്ലോ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ള 2 ഇഞ്ച് ആയിരുന്നല്ലോ. ആ 2 ഇഞ്ചിക്ക് പകരം ഇപ്പോൾ 1.5 ഇഞ്ച് ആയി. കാരണം 14 എന്നുള്ളത് 14.5 എടുത്തു. ഓക്കെ. ഇനി 1.5 ഇഞ്ചിക്ക് ഞാൻ മടക്കി പോകണം. അവിടെ ആദ്യം ഞാൻ ചെറിയൊരു രീതിയിൽ ഇങ്ങനൊരു മടക്കാദ്യം മടക്കുന്നുണ്ട്. ഇങ്ങനൊരു മടക്കാദ്യം മടക്കിയിട്ട് ഒരു തയ്യൽ തയ്ക്കുന്നുണ്ട് ആദ്യം. തയ്ച്ചതിന് ശേഷം നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടി 14.5 ഇഞ്ച് എന്ന് പറഞ്ഞില്ലേ, അതിൽ മടക്കുന്നു. വീണ്ടും ഒരു ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്ക് ഇടുന്നവരാണെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ ബേക്കിലേക്ക് ടെക്ക് ഇടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു മടക്കി തയ്ച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ പോലെ ടെക്ക് ഇടാൻ. ഇപ്പോൾ ഞാനിവിടെ ടെക്ക് യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ മടക്കി തയ്ക്കുന്നില്ല. ഓക്കെ. ടെക്ക് ഇടുന്നവരാണ് എങ്കിൽ ഈ ഒരു രീതിയിൽ വേണം ടെക്ക് ഇടാൻ. നമ്മൾ ആദ്യം പറഞ്ഞ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഇത് കുറഞ്ഞ് വരാമെന്നുള്ളത്
നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ടെക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ 1 ഇഞ്ചോളം ഇവിടെ കുറയും. ബാക്കി നമുക്ക് എത്രയാണ് നമുക്ക് കുറക്കേണ്ടത് വെച്ചാൽ കുറച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലാത്തവർ ഓൾറെഡി 17 7 ഇഞ്ചാണോ 8 ഇഞ്ചാണോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് ടെക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വേസ്റ്റിൻ്റെ റൗണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ആവശ്യം ഇപ്പോൾ എത്രയാണ്, ഫ്രണ്ടിലേക്ക് നമുക്ക് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്, ബാക്കിലേക്ക് അപ്പോൾ 7 ഇഞ്ച് എടുക്കാം. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്യാം. എപ്പോഴും ബ്ലൗസിന് ബാക്കിലെ പീസ്, ബാക്കിലെ ഒരു എന്തായാലും പറയുക പാർട്ട്, ബാക്കിലെ പാർട്ട് കുറച്ച് വീതി 1 ഇഞ്ചോളം ഒരു സൈഡിലേക്ക് 1 ഇഞ്ച് കേട്ടോ. അതായത് 2 സൈഡാണല്ലോ ഇങ്ങനെ, ഇതൊരു സൈഡാണ്, അങ്ങനെ ഇതൊരു സൈഡാണ്. അപ്പോൾ എപ്പോഴും ബാക്കിലെ സൈഡിലേക്ക് 1 ഇഞ്ച് കൂടുതലായിരിക്കണം ബ്ലൗസിന് വേണ്ടത്. അതാണ് അതിൻ്റെ ഭംഗി, വൃത്തി. ഓക്കെ, ഫ്രണ്ടിലെ പീസിന് 1 ഇഞ്ച് കുറവായിരിക്കണം, ഓരോരോ ഭാഗത്ത് ഓരോ ഇഞ്ച് കുറവായിരിക്കണം. അതാണ് അതിൻ്റെ ഭംഗി. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് 6.5 ഇഞ്ച് എടുത്തു എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് 7.5 ഇഞ്ച് ആയിരിക്കണം എടുക്കാൻ. അത് ടെക്ക് വരുന്നുണ്ടെങ്കിൽ ടെക്ക് ഒഴിവാക്കിയതിന് ശേഷമുള്ള 7 ഇഞ്ച്. ഓക്കെ, അത് ഈ ടെക്ക് ബാക്കിലേക്ക് നിങ്ങൾക്ക് ടെക്ക് വേണോ വേണ്ടേ എന്നുള്ളത് കസ്റ്റമറുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, ബാക്കിലെ ഈ ടെക്ക് മല്ലം വീതി ഉള്ളവർക്കാണ് അത് വൃത്തി ഉണ്ടാവുള്ളൂ. അതായത് ഒന്നുകിൽ കുറച്ച് കൂടുതൽ മാറുള്ളവർക്ക്, അല്ലെങ്കിൽ നെഞ്ച് വിരിവുണ്ടല്ലോ, നെഞ്ചിൻ്റെ വിരിവ് കുറച്ച് കൂടുതലുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൽ പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു, ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനിയാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് വെച്ച ഈ ഒരു പീസ് എടുക്കേണ്ടത്. ഇതിപ്പോൾ സ്ക്വയർ നെക്കോ മറ്റുള്ള ഫ്രണ്ടിലേക്ക് വേറെ ഏതെങ്കിലും നെക്ക് മോഡേൺ നെക്ക്, അല്ലെങ്കിൽ ബാക്കിലേക്ക് വേറെ ഏതെങ്കിലും മോഡേൺ നെക്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെക്കിൻ്റെ തയ്ക്കൽ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ജോയിൻ ചെയ്യാൻ. ഇത് രണ്ടും റൗണ്ട് നെക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ ഒരിത്തിരി ഇവിടെ ഒരിത്തിരി കൂടുതൽ ചാടിച്ച് വെച്ചുകൊണ്ട് തയ്ച്ച് തുടങ്ങാം. റൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. ഇത് ഈ ബാക്കിലെ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഒരു സെൻറ്റർ ഭാഗമാണത്. നമ്മുടെ ബാക്കിലെ പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗമാണത്. നമ്മൾ പറഞ്ഞല്ലോ ബാക്കിലെ നെക്കിന് നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മൊത്തം നമുക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. ആ 4 ഇഞ്ചാണ് നമ്മളിവിടെ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ നോക്കി നോക്കാം, 14.5 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ തയ്ച്ച ഇരുഭാഗം 14.5 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു കഴുത്ത് തയ്ച്ച് മടക്കി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 14 ഇഞ്ചിൽ ലെങ്ത്ത് വരും. ഓക്കെ, തയ്ച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ നൂല് കട്ട് ചെയ്യാത്ത എല്ലാ ഭാഗം റൗണ്ട് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളൊന്നും ഇങ്ങനെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുക. നൂലിൽ ഒരു കറക്ഷൻ നൂല് ടച്ച് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അതിനുശേഷം ശ്രദ്ധിക്കുക, നമ്മളിതിൻ്റെ മേലെ കൂടെ ഒരു പതിച്ച് തയ്ക്കാമെന്ന് പറയില്ലേ, അവർ പതിച്ച് തയ്ക്കേണ്ടതുണ്ട് നമുക്ക്. അങ്ങനെ പതിച്ച് തയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ബേക്കിലേക്ക് മറിച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, ഇവിടെ നമ്മൾ പതിച്ച് തയ്ക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പീസ് ബേക്കിലേക്ക് ഇങ്ങനെ വരത്തക്ക രീതിയിൽ മടക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ
പതിച്ച് തയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഹെം ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ചാടിച്ച് വെച്ചതുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങൾ മടക്കി തയ്ക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കാൻ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മടക്കി തയ്ക്കുമ്പോൾ പുറത്താക്കിയിട്ട് തന്നെ മടക്കി തയ്ച്ചിട്ട് നമ്മൾ ഹെം ചെയ്യുന്നപ്പോൾ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഉള്ളിലേക്ക് ആക്കാം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം പുറത്ത് പതിച്ച് തയ്ക്കുക. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുന്നതിലും വെട്ടി ചെയ്തെടുക്കും. കുറച്ച് അത്രയും ചെയ്തെടുക്കുന്ന വൃത്തി ഉണ്ടാവാം. പക്ഷെ എല്ലാം ചെയ്തപ്പോഴല്ല ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ജോയിൻ 2 സെയിം ഷേപ്പ് ജോയിൻ എന്നുള്ളത് ആദ്യം ബേക്കിലകത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞല്ലോ, സെൻറ്റർ ഭാഗം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇട്ടേക്ക് 7 വേണ്ടത് നമ്മൾ പറഞ്ഞത് 25 ടോട്ടൽ. 6.5 ഇഞ്ചിലേക്ക് കിട്ടിയത് 6.5 എന്നുള്ള രീതി. പിന്നെ ഇവിടെ 7 ആണല്ലോ വേണ്ടത്. നമ്മളിവിടെ ടെക്കുന്നില്ല, ടെക്കുണ്ടെങ്കിൽ 7 ഇഞ്ചേക്ക് വീണ്ടും കിട്ടും. അങ്ങനെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് കിട്ടും. എന്നിട്ട് അവിടെ ചെയ്യാൻ ഉടനെ സെൻറ്റർ നമ്മുടെ ബെല്ലെ ഭാഗം അവിടെ നിന്ന് ഇഞ്ച് അതുപോലെ തന്നെ ഇഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഭാഗമാണത്. ബോഡിയിലെ ഭാഗം ഇവിടെ 6 ഇഞ്ച് കണ്ടല്ലേ. രണ്ടാളും കൂടിയിട്ട് ഇവരെ കാര്യം ജോയിൻ ചെയ്ത് മാർക്കും കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തത് അതേ ഇവിടെ 6 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 അതുപോലെ തന്നെ അതൊക്കെ നിർത്തിയ സെൻറ്റർ ഭാഗം ഈ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇതിൻ്റെ പോലെ ബേക്കിൽ സെൻറ്റർ ഭാഗം എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ബേക്കിൽ ഭാഗത്ത് ബേക്കിൽ സെൻറ്റർ ഇങ്ങോട്ടേക്ക് 9.5 ഇഞ്ചാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ 6.5 ബേക്ക് 7.5. അതിന് ഫ്രണ്ടിൽ 8 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8.5 കിട്ടും. ആ മാർക്ക് ഉണ്ടല്ലോ 1 ഇഞ്ച് എന്നുള്ളത് ആദ്യം മാറുന്നുണ്ട്. മാർക്കിൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ആദ്യം നമ്മുടെ മാർക്ക് 4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഓർക്കണ്ട. അതേ 4 ഇഞ്ച് കൂട്ടി മാർക്കിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ 8.5 എന്നുള്ളത് വന്നിട്ടുള്ളത്. ഇവിടെ പോയതുകൊണ്ടാണ്, ഇവിടെ നമ്മൾ തയ്ച്ച് പോകൊണ്ടാണ് 8 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 8.5 കൂടെ നമ്മൾ ബാക്ക് ഇത്ര കിട്ടും 9 കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9.5 ഇഞ്ചായിട്ട് ബേക്കിൽ പീസിൽ ഇടണം. അത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ സാധനം പ്രത്യേകം നമ്മളിത് ഓവർലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹുക്കിന് വേണ്ടിയിട്ട് വെച്ച ഈ മാർക്ക് ഉണ്ടല്ലോ, ഈ മാർക്ക് ഈ മാർക്ക് നമ്മൾ ഉൾപ്പെടുത്തരുത്. കാരണം ഉള്ളിൽ ഹുക്ക് വന്നു കഴിഞ്ഞാൽ ഇട്ട് കിട്ടാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് ശരി ഇവിടെ നിട്ടേക്കുള്ള 6.5 ഇഞ്ചൊക്കെ ആവശ്യം, മനസ്സിലായോ? ഈ ഒരു ഭാഗത്തേക്കുള്ള മാർക്ക് നമുക്ക് ആവശ്യമില്ല. ഇങ്ങോട്ടേക്കുള്ള
അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോളിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ അത് ഒഴികെയാണ് 6.5 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കേണ്ടത് കേട്ടോ. അതടക്കം 6.5 ഇഞ്ചല്ല എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇതേ കണ്ടില്ലേ, ഇങ്ങനെ 6.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബാക്കിൽ പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്തത് ഇതേ ഇവിടുന്ന് 7.5 ഇഞ്ചിക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്തതുണ്ടായിരുന്നു. ആ 7 ഇഞ്ചിൽ കൂടി വീണ്ടും ഒരു 7.5 ഇഞ്ച് കിട്ടുമ്പോൾ 15 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുക. 7.5 + 7.5 15 ഇഞ്ചാണ് കിട്ടുക. ഈ 6.5യും ഈ 7.5യും വീണ്ടും ഒന്നാക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ സെൻറ്റർ ഭാഗം അറിയാലോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് ഓൾറെഡി ഇവിടെ മാർക്ക് ഫസ്റ്റിൽ നമ്മൾ ചെയ്ത് വെച്ച ഉണ്ട് ഇവിടെ 9.5, ആ 9.5 അവിടെ തന്നെയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് അളവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ, കാരണം ഇത് രണ്ടും ഒരുമിച്ച് വെച്ചാൽ തന്നെ ഒരളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ തന്നെ ആയിരിക്കും അത് വരാം, കാരണം നമ്മളിത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണല്ലോ 9.5 ഇഞ്ച് എന്നുള്ള രീതിയിൽ രണ്ടും മാർക്ക് ചെയ്തത് അങ്ങനെയാണല്ലോ, മനസ്സിലായോ? എന്നാലും ഒരു കോക്കിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 8.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. നമ്മൾ ആദ്യം 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു, പക്ഷെ ഇവിടെ ഒരു ഇഞ്ചോടെ ഇവിടെ നിന്ന് പോയത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ പീസിന് 8.5 ഇഞ്ച് നമുക്ക് കിട്ടണം. അതും ഈ ഒരു പീസ് പോവേ കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് കണ്ടില്ലേ 8.5 ഇഞ്ചായിട്ട് തന്നെ കറക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9.5 + 9.5 എത്രയാണ്? 19 കിട്ടും. അതേപോലെ 8.5 + 8.5 17 കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 36 ഇഞ്ച് തന്നെയാണ് കിട്ടുക. നമുക്ക് നമ്മുടെ ബോഡിയുടെ ടോട്ടൽ റൗണ്ട് 34 ഇഞ്ചായിരിക്കും. 2 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് ഇവിടെ കിട്ടും. താഴത്തെ ബോട്ടത്തിൻ്റെ അവിടെ എന്തുണ്ട്, വേസ്റ്റ് റൗണ്ട് എന്ത് ചെയ്യേണ്ട, ലൂസും ടൈറ്റും കൂട്ടണം. ബ്ലൗസ് കറക്റ്റ് അളവിൽ തന്നെ അവിടെ എടുക്കണം. അതുകൊണ്ട് അവിടെ കറക്റ്റ് അളവായിട്ട് തന്നെ എടുക്കും വേണം. ഓക്കെ, രണ്ടും കൂടി മാർക്ക് ചെയ്തത് ബ്ലൗസിൻ്റെ ഫുൾ സ്റ്റിച്ച്, അതായത് സെൻറ്റർ ഭാഗവും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗമൊക്കെ ഫുൾ സ്റ്റിച്ചിങ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ബാക്ക് ഭാഗം എന്നുള്ള രീതിയിലല്ലാതെ ഫ്രണ്ട് ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സ്ലീവ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് കണ്ടില്ലേ, 7 ഇഞ്ചിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സെൻറ്റർ ഭാഗം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ചുഴി ഓൾറെഡി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തതും. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. സ്ലീവ് ഒന്ന് മടക്കി തയ്ച്ചിട്ട് വരാം. നമ്മുടെ സ്ലീവാണത്. ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാം. വീതി കുറച്ച് മടക്കണമെങ്കിൽ അങ്ങനെ, വീതി കൂട്ടിയിട്ട് മടക്കണമെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. അതേപോലെ തന്നെ തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം, ഹെം ചെയ്തെടുക്കണമെങ്കിൽ ഹെം ചെയ്തെടുക്കാം. ഏതും നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ കസ്റ്റമൈസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അടുത്ത് തയ്ച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് എടുത്തിട്ട് കൈ ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇത് നമ്മുടെ ഫ്രണ്ട് ചുഴി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് സ്ലീവിൽ അല്ലേ. ഇനി ഈ സ്ലീവ് നമ്മുടെ ബോഡിമേൽ നമ്മുടെ വെച്ചിട്ട് നമുക്ക് ഇത് ഓവർലോക്ക് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഉൾവശം അതെ ഇത് പുറം വശത്തുനിന്ന് നമ്മുടെ സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഷേപ്പ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമുണ്ട്, അതൊരു കക്ഷഭാഗമാണത്. അവിടെ നമ്മുടെ ഈ സ്ലീവിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഉള്ളിലെ ഈ ഭാഗം, അത് രണ്ടും കൂടിയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്ലീവ് അതേപോലെ തന്നെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഭാഗം എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഓവർലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഓവർലോക്ക് പിന്നീട് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, എന്താ പറയുക, ഇവിടെ ജോയിൻ ചെയ്യുന്ന മുന്നോട്ട് ഷേപ്പ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സ്ലീവ് വെച്ചിട്ട്, അതായത് ചുരിദാർ ചെയ്യുന്ന പോലെ അങ്ങനെ സ്ലീവ് ആദ്യം വെച്ചതിന് ശേഷം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് വൃത്തി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊരു വൃത്തിയായിട്ട് കിടക്കുള്ളൂ. എന്നാലും പഠിക്കുന്നതായതുകൊണ്ട് ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചുരിദാർ തയ്ക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ സ്ലീവും കൂടി വെച്ച് കൊടുക്കാം. എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി ശ്രദ്ധിച്ചോട്ടാ. ഈ ഒരു പീസ് ഫ്രണ്ടിലേക്ക് മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ഇത്തിരി കോണ് പോലെ ആക്കാം. അതിന് ശേഷം നമ്മുടെ സെൻറ്റർ ഭാഗം, അതായത് കക്ഷത്തിൻ്റെ ഭാഗമാണത്, അതെടുക്കാം. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഈ കക്ഷത്തിൻ്റെ ഭാഗമാണ് നമുക്ക് വേണ്ടത്. പിന്നെ സെൻറ്ററിലേക്ക് മടക്കുക, ഉള്ളിലേക്ക് മടക്കുക, എന്നിട്ട് ഈ സെൻറ്റർ ഭാഗം സ്റ്റിച്ച് വന്ന ആ ഒരു സെൻറ്റർ ഭാഗം, ആ രണ്ട് സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്ലീവ് ഒരു അളവ്, ബോഡിയുടെ ആംഹോൾ ഒരു മറ്റൊരു അളവാകുമ്പോൾ ഇത് രണ്ടും ജോയിൻ ആവാൻ പ്രയാസം കേട്ടോ. രണ്ടും കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയാലേ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് റിഗാൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പൂർണ്ണമായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഉള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഹെം ചെയ്യുക എന്നുള്ളതാണ്. നെക്ക് ഇങ്ങനെ മടക്കി ഹെം ചെയ്യുക. അതേപോലെ തന്നെ ബട്ടൻ്റെ ഈ ഹോൾസിൻ്റെ മടക്കിനനുസരിച്ച്, ഈ ഹോൾസിൻ്റെ ഓരോ ഭാഗത്തിനനുസരിച്ചിട്ട് ഹുക്കും വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ ഇതിലൊരു പണിയുമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണേക്കാളും ഈസി ആയിട്ട് കഴിയുന്നൊരു വർക്കാണിത്. മനസ്സിലായോ?
ഈ ഒരു ബ്ലൗസിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ, അടുത്ത നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടൊന്ന് എഴുതി വെക്കുക. ഡൗട്ടുകൾ മാത്രമായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത വരുന്ന ലൈവിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് നോക്കാം കേട്ടോ. എന്തൊക്കെയാണോ എവിടേക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഇതിനെപ്പറ്റി ചോദിക്കാൻ അപ്പോൾ എടുത്ത രീതികൾ ഒന്നും കൂടി ക്ലിയർ ആക്കാനുണ്ടോ? കാരണം എല്ലാവർക്കും പല അളവുകളായിരിക്കുമല്ലോ. ആ അളവിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ടോ, അതേപോലെ തന്നെ എടുത്താൽ മതിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ലൈവിൽ ക്ലിയർ ആക്കി പോവാം. അപ്പോൾ ഞാനിതിൻ്റെ ഹുക്കും ഈ ഹെമ്മിങ്ങും ഒന്ന് കഴിച്ച് ക്ലിയർ ആക്കട്ടെ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.